ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ അനിയുടെയും അതുപോലെ അനാമികയുടെയും ജീവിതത്തിലെ ഒരു പ്രധാന സംഭവത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോഴും അനാമികയുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചിട്ട് അനിക്കും അതുപോലെ ആദർശനും ഒക്കെ അറിയാമെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും അങ്ങനെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നില്ല. അതിനുശേഷം അനാമിക തുനിഞ്ഞിറങ്ങാണ് കേട്ടോ. അനാമികയുടെ ആൺ സുഹൃത്തുക്കളുടെയൊക്കെ ഒപ്പം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അത് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നേരിട്ട് കാണുവാണ്. ആ ഒരു സംഭവമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്തുമോളെക്കുറിച്ചിട്ടുള്ള ആ രഹസ്യം എങ്ങനെയെങ്കിലും കനകയും ഗോവിന്ദനെ അറിയിക്കണം എന്നുള്ള ഒരു വിചാരത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ജലജ അത് പല പ്രാവശ്യം പറയാൻ തുനിയുന്നുമുണ്ട്. പക്ഷേ അങ്ങ് നയനയും ദേവയാനിയും ഒക്കെ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ പറയുന്നില്ല. അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട്, അത് ഇവക്കിപ്പം നയനയ്ക്ക് ഒരു കുട്ടി ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, ആദർശിൻ്റേതായിട്ടൊരു കുട്ടി അവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ കനക ചോദിക്കുകയാണ്, അതെന്താ ജലജ അങ്ങനെ പറഞ്ഞത്? ആദർശിൻ്റേതായിട്ടൊരു കുട്ടി അവിടെ ഉണ്ടെന്ന്. അതാരാ ആദർശിൻ്റേതായിട്ടൊരു കുട്ടി? അതപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ല, നിങ്ങളോട് ഇവളൊന്നും പറഞ്ഞില്ലായിരിക്കും അല്ലേ? നിങ്ങളുടെ ആദർശധീരനായ മരുമകന് മറ്റൊരു കുട്ടിയുണ്ട്, വിവാഹത്തിന് മുമ്പുള്ളതാ. അതിനെ ഇപ്പോൾ അനന്തപുരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവാണ് കനകയും ഗോവിന്ദനും. അപ്പോൾ കനക ചോദിക്കുക, എന്താ നയനെ കേൾക്കുന്നത്? ആദർശിന് വേറൊരു കുട്ടിയുണ്ടെന്നോ? അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ, ആദർശ് അങ്ങനെ ഒരാളല്ലല്ലോ. എന്താ നയനെ ഇത്? ഞങ്ങളോടെന്താ നീ ഇതൊന്നും പറയാതിരുന്നത്? അപ്പോൾ നയന പറയാ, ശരിയാമേ, അതൊക്കെ സത്യവാ. അനന്തപുരിയിൽ ചന്തുമോളം പറഞ്ഞ ഒരു കുഞ്ഞിനെ മുത്തശ്ശൻ കൊണ്ട് താമസിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അവൾ ഞങ്ങളുടെ മകളായിട്ട് തന്നെയാണ് വളരുന്നത്, ആദർശേട്ടൻ്റെയും എൻ്റെയും എന്ന് പറയുമ്പം ചോദിക്കുന്നുണ്ട് കനക, അത് ആരുടെ കുട്ടിയാ? അപ്പോൾ പറയുന്നുണ്ട് നയന, അത് ആദർശേട്ടൻ്റെ കുട്ടിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയായാലും അത് ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ആരോ ഒരാളുടെ കുട്ടിയെന്ന് പറഞ്ഞിട്ടാണ് അതിനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എല്ലാവരും പറയുന്നത് ആദർശേട്ടൻ്റെ കുഞ്ഞാണ് എന്നാണ്. പക്ഷേ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ആദർശേട്ടൻ അത് എന്നോട് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഞാനെന്തിനാണ് വിഷമിക്കുന്നത്? പിന്നെ ചന്തുമോള്, അവളിനി ആരുടെ കുഞ്ഞായാലും അവളെ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞായിട്ട് തന്നെ നോക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്നാലും ആദർശന് അങ്ങനെ ഒരു തെറ്റു പറ്റുമോ? അപ്പം നവ്യയും പറയാണ്, ശരിയാമേ, ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. ആദർശന് അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും പറ്റില്ല എന്നാണ് വിചാരിച്ചത്. അഭിയെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. അവനായിരിക്കും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്, അല്ലാതെ ആദർശേട്ടനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല, ആദർശേട്ടൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നയനയോട് ആദർശേട്ടൻ ചെയ്ത ഒരു തെറ്റല്ലേ അത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ആകെ ടെൻഷനായിട്ട് ഗോവിന്ദനോട് നെഞ്ചുവേദനയൊക്കെ വരികയാണ്. ഗോവിന്ദൻ പറയുക, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നയനമ്മളുടെ കാര്യം എന്താവും? ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെന്തിനാ അവനെ സഹിച്ച് അവിടെ നിൽക്കുന്നത്? അവൾക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇവിടെ വന്നാൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും എന്ന് പറയാണ്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അതെ, അങ്ങനെ ഞാൻ ചെയ്യും. ഇങ്ങനൊരു തെറ്റ് ചെയ്തവൻ്റെ കൂടെ അവൾ ജീവിതകാലം മുഴുവൻ ജീവിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോഴേക്കും നവ്യ പറയാണ്, അങ്ങനെയാണ് വേണ്ടത്. ഞാനായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അബിയുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോന്നേനെ. അവനെ ഞാൻ അവിടെ വെച്ച ബന്ധം ഉപേക്ഷിച്ചേനെ. പക്ഷേ ഇതിപ്പം നയനയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടം ആദർശേട്ടനെ. പക്ഷേ അയാൾ അതിൻ്റെതായ നീതിയൊന്നും നയനയോട് കാണിക്കുന്നില്ല താനും. ആദർശേട്ടൻ്റെ അമ്മ പോലും ആദർശേട്ടനെ എതിർത്താണ് ഇപ്പം സംസാരിക്കുന്നത്. പക്ഷേ നയന ആദർശേട്ടനെ ഇപ്പോഴും ചേർത്ത് നിർത്തിയിരിക്കുക എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ഒക്കെ ഭയങ്കര വിഷമമൊക്കെ ആകുന്നുണ്ട്. അതേസമയം നന്ദുവിനെ ട്രെയിനിങ് ക്യാമ്പിൽ എങ്ങനെയെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ മധുസൂദനൻ എന്ന് പറയുന്ന ട്രെയിനർ. അയാളാണെങ്കിൽ ഈ നന്ദുവിന് ഓരോ പണി കൊടുക്കുമ്പോഴും അതെല്ലാം വീഡിയോയിലാക്കി ആർക്കോ സെൻഡ് ചെയ്ത് കൊടുക്കുകയും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നന്ദുവിന് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ് കേട്ടോ. നന്ദു അപ്പം കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, ഇയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാ, അല്ലാതെ വെറുതെ ഒരു രീതിയിൽ എന്നെ ശിക്ഷിക്കുന്നതൊന്നും അല്ല. മനഃപൂർവ്വം എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് മറ്റാരുടെ ചട്ടുകായിട്ട് അയാൾ പ്രവർത്തിക്കുന്നതെന്ന് പറയാം. അപ്പോൾ കൂട്ടുകാരിയും പറയുന്നുണ്ട്, അതെ, നിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കുമോ നിൻ്റെ ട്രെയിനിങ്ങിൽ നിന്നെ പരാജയപ്പെടുത്താനും നിന്നെ ഈ ട്രെയിനിങ്ങിൽ നിന്ന് പുറത്താക്കാനും നീ SI ആകാതിരിക്കാനും ഒക്കെ ആരെങ്കിലും ശത്രുക്കൾ ചെയ്തതായിരിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട്, അതും എനിക്ക് സംശയമുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ശത്രുക്കൾ വരണം എന്നുണ്ടെങ്കിൽ അതാ അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. അവർക്കാണ് ഞാൻ SI ആകുന്നതിൽ ഏറ്റവും അധികം ദേഷ്യം.
ഇനി അവരുടെ എന്തെങ്കിലും ബന്ധം വച്ചിട്ടാണോ ഇയാൾ വന്നിരിക്കുന്നതെന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് അയാൾ പണി തരികയാണ്. പിന്നെ നീ ഒരു കാര്യം വിചാരിച്ചോ, ഇനിയും അയാൾ എനിക്കിങ്ങനെ പണി തന്നോണ്ടേ ഇരുന്ന അയാൾക്ക് തിരിച്ച് നമുക്കൊരു പണി കൊടുക്കണം എന്ന് പറയാം. അപ്പം നന്ദുവിൻ്റെ ഫ്രണ്ടും പറയുന്നുണ്ട്, ശരിയാ, നമുക്കൊരു പണി തന്നെ കൊടുക്കണം, അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഈ മധുസൂദനൻ വീണ്ടും വന്നിട്ട് നന്ദുവിനെ കൊണ്ട് ഒരുപാട് എക്സസൈസ് ചെയ്യിക്കുകയും ഒക്കെ ചെയ്യാണ്. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? അപ്പോൾ ഉടനെ തന്നെ നന്ദു ചോദിക്കുക, സാറ് ഞങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ആരെയാണ് സാറ് ഈ വിവരങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത്? അപ്പോൾ ഉടനെ തന്നെ അയാൾ പറയുന്നുണ്ട്, അതെ, എൻ്റെ മുകളിലുള്ള ആൾക്കാരെ എനിക്ക് ഈ വിവരങ്ങളൊക്കെ ധരിപ്പിക്കണം. നീയൊക്കെ ഇവിടെ എന്താ ചെയ്തു കൂട്ടുന്നതെന്ന് എല്ലാവരും അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഉടനെ നന്ദു ചോദിക്കുക, അതെന്താ സാറേ അങ്ങനെ? അപ്പോൾ എൻ്റെ വീട്ടുകാരെക്കുറിച്ചൊക്കെ സാറിന് നന്നായിട്ട് അറിയാലോ. എനിക്ക് 2 ചേച്ചിമാരുണ്ടെന്നും അവരെ അനന്തപുരിയിലേക്കാണ് വിവാഹം കഴിച്ച് വിട്ടിരിക്കുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാറ് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടല്ലോ. അതും സാറിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു തന്നാണോ? അപ്പം ട്രെയിനറിന് ദേഷ്യം വന്നിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ് നന്ദുവിനോട്ട്. എന്നിട്ട് പറയാണ്, നീ എന്നെ കൂടുതൽ വിസ്തരിക്കാനൊന്നും വരണ്ട, നിന്നെ ഈ നിമിഷം ഇവിടുന്ന് പുറത്താക്കാൻ എനിക്ക് പറ്റും. അങ്ങനെ പെട്ടെന്നൊന്നും നിന്നെ പുറത്താക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. നീ കുറച്ചുകൂടി ഇവിടെ കിടന്ന് കളിക്കണം എന്ന് പറയാണ് കേട്ടോ. അതേസമയം നന്ദു റൂമിൽ ചെന്ന് കഴിയുമ്പം കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, അയാളിപ്പോൾ കളിച്ച് എൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാണ്. ഇപ്പം എൻ്റെ കർണക്കുറ്റി നോക്കി അയാളെ തല്ലി. ഞാൻ പുറത്തായിരുന്നെങ്കിൽ, നേരത്തെ സമയമായിരുന്നെങ്കിൽ അയാളെ അവിടെ വെച്ച് അടിച്ച് ഞാൻ വീഴ്ത്തിയേനെ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു അച്ചടക്ക ലംഘനം കാണിച്ചാൽ അതെൻ്റെ ജോലിയെ ബാധിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് ചെയ്യാത്തത്. പക്ഷേ അയാളിങ്ങനെ ഒതുക്കത്തിലൊരു പണി തരുമ്പം അയാൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണ്ടേ എന്ന് പറയുമ്പം ഫ്രണ്ട് പറയുന്നുണ്ട്, എന്തിനും ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, നമുക്ക് ഒരു പണി അയാൾക്ക് കൊടുക്കുക തന്നെ ചെയ്യണം, അല്ലാതെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല, നമ്മളങ്ങനെ മണ്ടന്മാരായിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും അവർ തീരുമാനിക്കുകയാണ് കേട്ടോ, ഈ ട്രെയിനറിൻ്റെ വീട്ടിൽ കയറിയിട്ട് നല്ല 2 എണ്ണം കൊടുക്കുക എന്നുള്ളത്. നേരത്തെ വേണുവിനും രേവതിക്കും ഒക്കെ കൊടുത്തതുപോലെ തന്നെ ചെന്ന് അടിച്ചിടുക, ഇരുട്ടടി കൊടുക്കുക, അതൊക്കെയാണ് നന്ദുവിൻ്റെ ഉദ്ദേശം. ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മാത്രമേ നന്ദു ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ നന്ദുവും കൂട്ടുകാരിയും കൂടെ രാത്രിയിൽ ചെല്ലുകയാണ് ഈ ട്രെയിനറിൻ്റെ വീട്ടിൽ. എന്നിട്ട് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് തന്നെ നേരത്തെ പോലെ ചെന്ന് തലയ്ക്കടിച്ച് തന്നെ അയാളെ ഇടുക. ഇരുട്ടത്ത് നല്ല അടി കിട്ടുമ്പം പിന്നെ മധുസൂദനൻ അനങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. നന്ദു നല്ല ബ്ലാക്ക് ബെൽറ്റൊക്കെ അല്ലേ, നന്ദു അടിച്ച് തകർത്തിടുക. ആകെപ്പാടെ തരിപ്പണാകുന്ന അയാളുടെ അടുത്ത് നിന്നിട്ട് നന്ദു പറയുന്നുണ്ട്, താനേ വേറെ ആർക്കോ വേണ്ടിയിട്ടല്ലേ എന്നെ ഈ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ ഉപദ്രവിക്കുമ്പം ഇതുകൂടി ഓർത്തോ, ഇതിൻ്റെ പേരിൽ താൻ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യേ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ആരാ തന്നെ തല്ലിയതെന്ന് വെച്ചാൽ താൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്നത്? അതുപോലെ ആർക്ക് വേണ്ടിയിട്ടാണോ താൻ പ്രവർത്തിച്ചത് അവരേതെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തേരെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അടികൊണ്ട് കിടക്കുന്ന വീഡിയോയൊക്കെ എടുത്തിട്ട് അയാൾക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ അടികൊണ്ട് ആകെ അവസ്ഥയായി കഴിയുമ്പോൾ പിന്നെ അയാൾക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയും നന്ദുവിന് ഒരു പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അയാൾ ആ വിവരമെല്ലാം രേവതിയെയും വേണുവിനെയും ഒക്കെ വിളിച്ച് പറയുകയാണ്. ഈ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് രേവതിയും വേണുവും കൂടെ ആകെപ്പാടെ ഈ ഫോട്ടോ കണ്ട് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് വേണു പറയുന്നുണ്ട് രേവതിയോട്, എടീ ഇത് കണ്ടോ, ആ മധുസൂദനനെ അവളുമാർ അടിച്ചിട്ടിരിക്കുന്നു. ആ നന്ദുവിൻ്റെ പണിയാ, നേരത്തെ നമ്മളെ ഇവിടെ വന്ന് അടിച്ചിട്ടില്ലേ അതിലപ്പുറമാണ്. അയാളുടെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞെന്നാണ് തോന്നുന്നത്. ആ മരിക്കാതിരുന്നത് ഭാഗ്യം, അവൾ കൊല്ലാതെ വിട്ടല്ലോ. നമ്മൾ കൊടുത്ത പണി കാരണം അയാൾക്ക് ഈ പണി കിട്ടിയത്. ഇനി അയാൾ നമ്മളോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഹോ, എന്നാലും ഒരു വിധത്തിലും അവളെ ഒതുക്കാൻ പറ്റില്ല. നമ്മൾ എന്തെല്ലാം ചെയ്തു നോക്കി, കൊട്ടേഷൻ കൊടുത്തു, ഇരുട്ടടി കൊടുത്തു, കേസ് കൊടുത്തു, ഇപ്പം ട്രെയിനിങ് ക്യാമ്പിലും പ്രശ്നം ഉണ്ടാക്കി, എന്നിട്ടൊന്നും അവളെ ഒന്നും ഒതുക്കാനേ പറ്റുന്നില്ലല്ലോ. ഇത് എന്തൊരു കളിയാ എന്നൊക്കെ പറയുമ്പം മധുസൂദനൻ വിളിച്ചിട്ട് വേണുവിനോട് പറയാം, എടോ വേണു, ഞാൻ അടി കൊണ്ട് ഹോസ്പിറ്റലിലാണ്, അറിയുമോയെന്ന് ചോദിക്കുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതെ ഞാൻ കണ്ടു ഫോട്ടോ. എന്താ മധുസാറേ ഇങ്ങനെ സംഭവിച്ചത്? 2 പെണ്ണുങ്ങൾ വന്ന് അടിച്ചിട്ട് മധുസാറിന് അതൊന്നും തടയാൻ പോലും പറ്റിയില്ലേ എന്ന് ചോദിക്കുക. അപ്പം മധു പറയുന്നുണ്ട്, അതെ ഇരുട്ടത്ത് അവളുമാർ വന്ന് അടിച്ചത്, പുറകിൽ നിന്ന് അടി കിട്ടിയാൽ പിന്നെ എങ്ങനെ തടയാനാടോ? അപ്പോൾ വേണു പറയാം, ശരിയാ, എനിക്കും കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അടി അവളുടെ കയ്യിൽ നിന്ന്, അതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം മധു പറയുന്നുണ്ട്, എന്തായാലും അവൾ എന്നെ അടിച്ചിട്ടു, ഇനി അവളോട് കളിക്കാനൊന്നും ഞാനില്ല. അടി കൊണ്ടിട്ട് നേരെ പാട്ടിന് എഴുന്നേറ്റ് നിൽക്കാനോ ഇനി ട്രെയിനിങ് ക്യാമ്പിൽ പോകാനോ പറ്റുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അയ്യോ, അപ്പോൾ തനിക്കിനി ട്രെയിനിങ് ക്യാമ്പിൽ പോകാൻ പറ്റില്ലേ?
എങ്ങനെ പോകാനാണോ കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്ന ഞാനിനി അങ്ങ് ലീവ് എടുക്കുകയാണ്. വേറെ ആരെങ്കിലും അവർ അപ്പോയിൻ്റ് ചെയ്തോളും. അതുകൊണ്ട് തന്നെ എനിക്കിനി ക്യാമ്പിൽ പോകാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. അപ്പം വേണു പറയാം, നമ്മുടെ പദ്ധതിയെല്ലാം പാളിയല്ലോ. അപ്പം അയാളും പറയുന്നുണ്ട്, എല്ലാം പാളി. എനിക്കിനി അവളോട് നേരെ നിന്ന് മുട്ടാനൊന്നും പറ്റത്തില്ല. താൻ പറഞ്ഞതുകൊണ്ട് അവളുടെ നേരെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അത് അവൾ ഇങ്ങനെ എടുക്കുമെന്നും ഇരുട്ടടി തരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്കെപ്പോഴും എൻ്റെ ജീവൻ തന്നെ ഏറ്റവും വലുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം വേണുവിൻ്റെ അടുത്ത് വരികയാണ് അനാമികയും വേണുവും രേവതിയും കൂടി ഇക്കാര്യം ചർച്ച ചെയ്യുക. അപ്പം അനാമിക പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് അയാളിപ്പോൾ അവിടെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുമെന്നാണല്ലോ. എന്നിട്ട് എന്തായി? ഒന്നും ആയില്ല. എന്നിട്ട് ഇപ്പം അയാൾ ലീവ് എടുത്ത് പോയി. അവളാണെങ്കിൽ അവിടെ സുഖമായിട്ട് ക്യാമ്പിൽ ട്രെയിനിങ് പൂർത്തിയാക്കുകയും ചെയ്യും. നമ്മുടെ പണി വീണ്ടും പാളിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ വേണു പറയാം, ശരിയാ, എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അവളെ പുറത്താക്കാൻ? അല്ലല്ലോ. പക്ഷേ അങ്ങനെ നമുക്ക് സാധിക്കുന്നില്ല. അവളുമാരുടെയൊക്കെ സമയം തെളിഞ്ഞു നിൽക്കുക. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ പറയാം. അപ്പോൾ ഉടനെ തന്നെ അനാമികയും പറയുന്നുണ്ട്, അവളിനി ക്യാമ്പിൽ നിന്ന് SI ആയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോസ്റ്റിങ് കിട്ടിയാൽ നമ്മുടെ കാര്യം പോക്കാം. പഴയ അച്ഛൻ്റെ കേസുകളും എല്ലാം കുത്തിപ്പൊക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ പാലിൽ നമ്മളാണ് വിഷം ചേർത്ത് കൊടുത്തതെന്നുള്ള കാര്യം അവക്കും അവിടെ ചേച്ചിമാർക്കും ഒക്കെ അറിയാം. തൽക്കാലം അവർക്ക് ബലമില്ലാത്തത് കൊണ്ട് അതങ്ങ് ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ SI ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കുത്തിപ്പൊക്കും എന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും നമ്മൾ 3 പേരും എണ്ണും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട്, മോളെ അവിടുത്തെ കാര്യങ്ങൾ എന്താ? അനി ഇപ്പോഴും അവളെ വിളിക്കുന്നൊക്കെ ഉണ്ടോ? അപ്പോൾ പറയാണ് അനാമിക, പിന്നെ അനി അവളെ വിളിക്കാതെ ഏതു നേരവും അവളെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ തമ്മിൽ കൂടുതൽ അടുപ്പത്തില്ല. കൂടുതൽ കാലമൊന്നും അനിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം തന്നെ അവനെ ഡിവോഴ്സ് കൊടുക്കാൻ പറഞ്ഞ് അവൻ ബഹളം വയ്ക്കുന്നുണ്ട്. ഞാൻ പിടിച്ച പിടിയാലേ തരില്ല എന്ന് പറഞ്ഞു ഒറ്റ നിപ്പാ, അതുകൊണ്ടാ എന്ന് പറയാണ്. അപ്പം വേണു പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ നീ കടുകയൊന്നും ചെയ്തേക്കരുത്. ഡിവോഴ്സൊന്നും അവന് കൊടുത്തേക്കരുതേ, സ്വത്തിൻ്റെ വീതം കിട്ടാതെ. അതുകൊണ്ട് തന്നെയല്ലേ ഞാനും പിടിച്ചു നിൽക്കുന്നത്. ഇനിയിപ്പോൾ നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതും നടക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും അവൻ അവളുടെ പുറകെ പോകും. പിന്നെ എനിക്കെൻ്റെ വഴി നോക്കിയേ നിശ്ചയമുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് വേണു പറയുന്നുണ്ട്, എടി നീ നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ പോകണം. നീ ഇവരുടെയും പുറകെ കറങ്ങാൻ പോകുന്നത് അനന്തപുരിയിൽ ആരെങ്കിലുമൊക്കെ കണ്ടാൽ എന്താവും അവസ്ഥ എന്നറിയോ? അപ്പം നന്ദു ഉടനെ അനാമിക പറയാണ്, ആര് കണ്ടാലെന്താ, അതിപ്പോൾ ആദർശിനും അതുപോലെ തന്നെ അനിക്കുമൊക്കെ അറിയാം. അവർ കണ്ടിട്ടുമുണ്ട്. ആരോടും പിന്നെ പറയാതെ അനി ഒതുക്കി വെച്ചിരിക്കുന്നതാണെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാലും ഞാൻ ആ വഴിക്ക് അങ്ങ് പോകും. പിന്നെ സ്വത്തും പണമൊന്നും ഞാൻ നോക്കാൻ പോവില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോവാണ് കേട്ടോ. അതേസമയം ദേവയാനിയാണെങ്കിൽ ആദർശിനോടുള്ള പരിഭവം മുഴുവൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ പിണങ്ങാതെ, ആദർശൻ അങ്ങനെ ചെയ്യില്ലെന്നേ. അതിൻ്റെ തെളിവുകളൊക്കെ ഞങ്ങൾ ഉടനെ തന്നെ ശേഖരിക്കും. DNA ടെസ്റ്റിനൊക്കെ നീങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും റിസൾട്ട് കിട്ടുമ്പം അമ്മയ്ക്കത് ബോധ്യമാകുമെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് ബോധ്യമാവട്ടെ. അതുവരെ എൻ്റെ മനസ്സിൽ ചന്തുമോൾ ആദർശിൻ്റെ കുഞ്ഞാണ്. അവൻ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞ്. അവന് നിന്നെ ചതിച്ചുണ്ടായ കുഞ്ഞ്. അതുകൊണ്ട് അതിനെ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയാം. അതേസമയം ആദർശും നയനയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ, നമ്മുടെ DNA ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടൊക്കെ. ഇതുവരെ റിസൾട്ട് വന്നില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് കിരൺ പറഞ്ഞിരിക്കുന്നത്. കിരണിനെ ഒന്നുകൂടി വിളിക്കണം. റിസൾട്ട് നാളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ സമാധാനമാവുമല്ലോ. ആരാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നറിഞ്ഞാൽ അതെല്ലാം അവരുടെ മുമ്പിൽ ഉറക്കെ വിളിച്ച് പറയണം. ഇപ്പം അപ്പച്ചിയുടെയും അതുപോലെ ഇളമയുടെയൊക്കെ ആ ചൊറിഞ്ഞ വർത്തമാനം കേൾക്കുമ്പം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ പ്രായത്തെ മൂത്തവരാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് എന്ന് പറയാണ്. അപ്പം നയനയും പറയുന്നുണ്ട്, വേണ്ട ദർശേട്ടാ, ഒന്നും മിണ്ടാനൊന്നും പോകണ്ട. എന്തായാലും ചന്തുമോൾ നമ്മുടെ മോളായിട്ട് തന്നെയല്ലേ ഇവിടെ വളരുന്നത്. പിന്നെ ഇനിയിപ്പം ആദർശേട്ടൻ്റെ ആയാലും മറ്റാരുടെ ആയാലും എന്താ, പിന്നെ പറയാനുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നൂലുകെട്ടിന് വന്നപ്പോഴും ഇളമയും അപ്പച്ചിയും ഒക്കെ എന്തെല്ലാം എന്നെ കുത്തി പറഞ്ഞു. നമുക്കൊരു സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണ്ടെന്നും ഇനിയിപ്പോൾ അതുണ്ടാകാനൊന്നും പോകുന്നില്ലെന്നും വരെ അവരെ പറഞ്ഞു. അപ്പോഴൊക്കെ എൻ്റെ നാക്ക് തരിച്ചതാകട്ടോ DNA ടെസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറയാൻ. പക്ഷേ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാ. കാരണം മുത്തശ്ശൻ തന്നെ അത് പറഞ്ഞല്ലോ. DNA ടെസ്റ്റിലൂടെയൊക്കെ വളരെ എളുപ്പം എനിക്കിത് തെളിയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അതിനൊന്നും പോകുന്നില്ല എന്നേ ഉള്ളൂ എന്ന്. കാരണം മുത്തശ്ശൻ മനസ്സിൽ എന്തോ കരുതിയിട്ടുണ്ട്. കുറച്ച് നാൾ കൂടി ഇതിങ്ങനെ പോകുമ്പം സത്യം വ്യക്തമാവുമെന്ന് മുത്തശ്ശൻ വിചാരിച്ചിട്ടുണ്ട്.
അതുകൊണ്ടായിരിക്കുമല്ലോ മുത്തശ്ശൻ അതിനൊന്നും മുൻകൈ എടുക്കാതിരുന്നത്. അല്ല പിന്നെ ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ വല്ല പ്രയാസമുണ്ടോ? അപ്പോൾ ഉടനെ ആദർശം പറയാം, ശരിയാ, കളിക്കുന്നവരൊക്കെ എത്രത്തോളം കളിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും മുത്തശ്ശൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരുന്നത്. പക്ഷെ നമ്മൾ നമ്മുടേതായ വഴിക്ക് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. അത് വളരെ നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയണ്ടേ, എല്ലാവരുടെയും മുമ്പിൽ തല കുമ്പിട്ട് കള്ളനെ പോലെ നിൽക്കേണ്ട അവസ്ഥയൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാം. അങ്ങനെ പിറ്റേ ദിവസം അതിൻ്റെ റിസൾട്ടിനൊക്കെ ആയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നയനയും ആദർശിനെയും കിരൺ വിളിക്കുന്നുണ്ട്. കിരൺ വിളിച്ചിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശൻ നമുക്ക് നേരിട്ടൊന്ന് കാണണം, ഞാൻ ആ റിസൾട്ട് നിങ്ങളോട് പറയാം, ഫോണിൽ കൂടി ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ട് നേരിട്ട് തന്നെ വരണം എന്ന് പറയണം. അങ്ങനെ ആദർശം നയനയും കൂടെ കിരണിനെ കാണാനായിട്ട് പോവാണ് കേട്ടോ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ കിരൺ കല്യാണിയുമായിട്ട് ഈ റിസൾട്ടും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കിരൺ നല്ല സന്തോഷത്തിലൊക്കെ തന്നെയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുക, കിരണെ എന്താ റിസൾട്ട്, എങ്ങനെയൊന്ന് പറ, എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല, ഉറക്കം പോലും ഇല്ല രാത്രിയിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കള്ളനെ പോലെ നിൽക്കേണ്ടി വരുമ്പം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക എന്നൊക്കെ പറയുക. അപ്പോൾ ഉടനെ കിരൺ പറയുന്നുണ്ട്, എന്തിനാ ആദർശ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ചന്തുമോള് നിൻ്റെ കുഞ്ഞല്ലെന്നുള്ള കാര്യം നിനക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ നിനക്ക് പരിചയവും ഇല്ല, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ചന്തുമോളുടെ അച്ഛൻ ആരായാലും എന്താ. അപ്പോൾ ആദർശ് പറയാൻ, ആരായാലും എന്താണെന്നല്ല, ആരാണെന്ന് എനിക്ക് അറിയണം, എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം എന്ന് പറയാം. അത് ശരി ആദർശേ, അത് നിൻ്റെ അവകാശമാണ്, അത് ദേ ഇപ്പം നമുക്ക് തെളിഞ്ഞല്ലോ എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരുടെ കുഞ്ഞാണെന്ന് ചോദിക്കുക. ഇത് അബിയുടെ കുഞ്ഞ് തന്നെയാണ്, നീ വിചാരിച്ചതൊക്കെ സത്യം തന്നെയാണ്, അബിയാണ് അവിടെ ആ നാടകമൊക്കെ കളിച്ചതും നിൻ്റെ ഫോട്ടോയൊക്കെ അവിടെ വെപ്പിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും നിൻ്റെ അനിയൻ അബി തന്നെയാണ്, അവൻ്റെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോള്, DNA ടെസ്റ്റിലും ആ റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പം ആശ്വാസമാവുകയാണ് ആദർശിനും നയനിക്കും. പക്ഷേ ആദർശ് ഞെട്ടുന്നുമുണ്ട് കേട്ടോ. ആദർശ് ചോദിക്കുക, അബി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമോ, അവന് ഇങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയാൽ അവനേ പോകുള്ളൂ, പക്ഷേ ഇപ്പോഴും ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇവനിത് ചെയ്തല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്, അല്ലെങ്കിൽ ഈ അവസ്ഥയിലും അവൻ ഉപേക്ഷിച്ചല്ലോ. അതുപോലെ ആ പിഞ്ചു കുഞ്ഞിനെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ അവൻ നോക്കിയില്ലേ, അവൻ്റെ കുഞ്ഞാണെന്ന് അവന് 100% ഉറപ്പുണ്ടായിട്ടും അവൻ ആ കുഞ്ഞിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആദർശ്. അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല, ഇനി അവനാണ് എന്നിപ്പം തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി നീ അവിടെ അവതരിപ്പിച്ച് അവനെ അനന്തപുരിയുടെ പടി പോലും ഞാൻ കടത്തില്ല, മുത്തശ്ശനും അവനെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ്. അതേസമയം നയന പറയുന്നുണ്ട്, ആദർശേട്ടാ പെട്ടെന്ന് ധൃതിയൊന്നും വെക്കണ്ട, മുത്തശ്ശൻ പോലും ഇതിന് സാവകാശം എടുത്തിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് നമുക്കും കുറച്ചുകൂടി സാവകാശമൊക്കെ എടുക്കാമെന്ന് പറയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരികയാണ് കേട്ടോ. കാറിലാണ് അവർ രണ്ടും കൂടെ വരുന്നത്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ അസുഖമൊക്കെ കുറവുണ്ട്, പക്ഷേ ഇവിടെ ആരോടും അതങ്ങനെ പറയാത്തതാണ്, ഇപ്പം തന്നെ എപ്പോഴും അനന്തപുരിയിൽ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ ആദർശിൻ്റെയും ചന്തുമോളുടെയും കാര്യത്തിലുള്ള പ്രശ്നവും അത് കമ്പനിയിലെ കാര്യങ്ങൾ, അതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറിയല്ലോ എന്നോർത്ത് എല്ലാവരും ഒന്നും കൂടി ഇതാവും, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്, തനിക്കും മനസ്സിലായില്ലേ എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഏറ്റവും വലിയ പ്രശ്നം അനിയും അനാമികയും കൂടി ഉള്ളതാണ്, അതൊരിക്കലും ഒത്തുചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനൊരു പരിഹാരം ഉള്ളതായിട്ടും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ മുത്തശ്ശനും പറയുന്നുണ്ട്, ശരിയാണ്, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ വേർപെട്ട് ജീവിച്ചിട്ടില്ല, ആരും ഡിവോഴ്സിലേക്കൊന്നും പോയിട്ടില്ല, പക്ഷേ ഇവർ ഒത്തുപോകില്ല എന്നുണ്ടെങ്കിൽ അത് ഡിവോഴ്സിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്, എന്തിനാ ഇങ്ങനെ ചേരാത്തത് ചേർന്ന് ഏച്ച് കിട്ടിയ മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞതുപോലെ പോകുന്നത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അനാമികയാണെങ്കിൽ ഒരാളുടെ ബൈക്കിൻ്റെ പുറകിൽ പോകുന്നത് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ നോക്കുന്നുണ്ട്, മുത്തശ്ശിയും നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്താ അനാമികയല്ലേ ആ പോകുന്നത്, അതേതോ ഒരു പയ്യൻ്റെ ബൈക്കിൻ്റെ പുറകിലാണല്ലോ പോകുന്നത്, ഈ കുട്ടി ഇതെവിടെ പോവുക എന്ന് വിചാരിച്ചിട്ട് അവരും പുറകെ ഫോളോ ചെയ്യാണ്. ഫോളോ ചെയ്യുമ്പം അതൊരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ നിർത്തുകയാണ് കേട്ടോ. റെസ്റ്റോറൻ്റ് അല്ല, റിസോർട്ടിൻ്റെ മുമ്പിലാണ് നിർത്തുന്നത് വണ്ടി. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, റിസോർട്ടിലോട്ടാണല്ലോ പോകുന്നത്, ഈ കുട്ടി ആരുടെ കൂടിയാണ് പോകുന്നത്, അയാളുമായിട്ട് തോളി കൈയിട്ടൊക്കെ ആണല്ലോ പോകുന്നത്, അനിയങ്ങാനും ഇത് കണ്ടാൽ ഒന്നുകൂടി പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവരും ഇറങ്ങി പുറകെ പോവുക അനാമികയെ വിളിക്കാനായിട്ട്. അനാമിക അപ്പോഴേക്കും അയാളുടെ തോളിലൊക്കെ കൈയിട്ട് നേരെ റിസോർട്ടിൽ പോയിട്ട് അവിടെ ഒരു റൂമിലേക്ക് കയറി പോകുന്നതാണ് മുത്തശ്ശനും മുത്തശ്ശിയും കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ അന്തം വിട്ട് നിൽക്കാം. മുത്തശ്ശി പുറകെ ചെന്നിട്ട് വിളിക്കാൻ പോകുന്നുണ്ട്, ഈ കുട്ടിയെ എങ്ങനെയും പിന്തിരിപ്പിച്ച് കൊണ്ടുവരാം, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ എന്താവും അവസ്ഥ, അനി അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും,
ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെയെന്നൊക്കെ പറഞ്ഞ് ചെല്ലുക. പക്ഷേ അവരുടെ റൂമിലേക്ക് കയറി വാതിലടയ്ക്കാണ് അനാമികയും കാമുകനും കൂടി. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, താൻ പോരെ തിരിച്ച്. അനി പറയുന്നതിലും കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പം അനാമിക വേറൊരു പയ്യനോടൊപ്പം പോയിരിക്കുന്നത്. നമ്മുടെ അവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കണ്ട, നമുക്കിതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കുകയും വേണ്ട എന്ന് പറയാം. അപ്പം മുത്തശ്ശിക്ക് ആകെപ്പാടെ വിഷമാവുക. മുത്തശ്ശി പറയുക, എനിക്കിതൊന്നും കാണാൻ വയ്യ. ഇന്നത്തെ തലമുറയിലെ കുട്ടികളാണേലും ഇതൊക്കെ കുറേ അതിക്രമമല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, താൻ വാ, എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പം അനാമികയുടെയും അനിയുടെയും കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകും. കാരണം മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടി വ്യക്തമാകുന്നുണ്ട് അനാമികയുടെ സ്വഭാവവും ശരിയല്ലെന്നുള്ള കാര്യം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്